ഹായ് ഫ്രണ്ട്സ്, വിക്രം വേദയുടെ പുതിയൊരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വേദ വിക്രമിനെ എങ്ങനെയെങ്കിലും മാറ്റിയെടുത്തേ മതിയാവുമെന്ന് പറഞ്ഞിട്ട് വിക്രമിൻ്റെ പഴയകാല ചരിത്രങ്ങളൊക്കെ ഇങ്ങനെ എല്ലാവരോടും അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ് കേട്ടോ. അങ്ങനെ അയൽവക്കക്കാരോടും നാട്ടുകാരോടൊക്കെ ചോദിക്കുന്ന സമയത്ത് വിക്രമിനെ കുറിച്ച് നല്ലത് മാത്രമേ അവർക്കെല്ലാം പറയാനുണ്ടായിരുന്നുള്ളൂ. ഓരോരുത്തരെയും സഹായിച്ച ഓരോരുത്തർക്കും ഓരോ കഥകളാണ് വിക്രമിനെ കുറിച്ച് പറയാനുള്ളത്. ഇതെല്ലാം കണ്ട് വേദയ്ക്ക് ഇങ്ങനെ വിക്രമിൻ്റെ പഴയ കാലം അറിയാനായിട്ട് ഭയങ്കര ആകാംക്ഷയാകുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്രീജയുടെ അടുത്ത് ചെന്ന് ഇങ്ങനെ എപ്പോഴും ചോദിക്കാറുണ്ട്. ഒരു ദിവസം ശ്രീജ ഇങ്ങനെ വേദയോടായിട്ട് വിക്രമിൻ്റെ ചരിത്രങ്ങളൊക്കെ ഇങ്ങനെ തുറന്നു പറയാൻ തുടങ്ങിയാണ് കേട്ടോ. അങ്ങനത്തെ വിക്രമിൻ്റെ കോളേജ് ലൈഫൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ എല്ലാവരും എപ്പിസോഡ് ഫുള്ളായിട്ട് വാച്ച് ചെയ്യാം കേട്ടോ. ഇങ്ങനെ ആദ്യം തന്നെ ശ്രീജ ഇങ്ങനെ ഇരുന്ന് വേദയോടായിട്ട് പറയുന്നുണ്ട്, വിക്രം ഇപ്പോഴുള്ള കാണുന്ന വിക്രമേ ആയിരുന്നില്ല വേദ, നിനക്ക് ഒരിക്കലും പറഞ്ഞാൽ വിശ്വസിക്കില്ല. അത്രത്തോളം അതുപോലൊരു പയ്യൻ ഈ അയൽവക്കത്തെങ്ങും ഉണ്ടായിട്ടില്ല എന്നിങ്ങനെ പറയുമ്പോഴേക്കും വേദ എന്നിട്ടെന്നിങ്ങനെ ആകാംക്ഷയോടുകൂടി ശ്രീജയോട് ബാക്കി കേൾക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ശ്രീജ പറയുകയാണ്, അതേ വേദ, വിക്രം ഈ വീട്ടിലെ എല്ലാവരുടെയും ചെല്ല പിള്ളയായിരുന്നു. എല്ലാവർക്കും ഒരുപാട് സ്നേഹമായിരുന്നു. ഇപ്പോൾ അച്ഛനൊക്കെ വലിയ ഗൗരവത്തിലല്ലേ നടക്കുന്നത്. എന്നാൽ ഞാൻ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്തൊക്കെ അച്ഛനും വിക്രമും കൂടി നല്ല ബെസ്റ്റ് ഫ്രണ്ട്സിനെ പോലെ ആയിരുന്നു. വിക്രമും അച്ഛനും എവിടെ പോയാലും കയ്യിലൊക്കെ പിടിച്ചിട്ട് ഒരുമിച്ച് നടക്കാറുണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വേദ പറയുന്നുണ്ട്, ഇത് കേട്ടിട്ട് എനിക്ക് വിശ്വസിക്കാനേ ആവുന്നില്ല ശ്രീജേച്ചി, എനിക്ക് ഭയങ്കര ആശ്ചര്യമായിട്ട് തോന്നുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ശ്രീജ പറയാണ്, ഇനി വിക്രമിനെ കുറിച്ച് കേൾക്കാൻ കിടക്കുന്നതേ ഉള്ളൂ വേദ. പിന്നെ വിക്രം ഞാൻ കല്യാണം കഴിച്ച് കൊണ്ടുവരുന്ന സമയത്തൊക്കെ ഏട്ടത്തി എന്ന് വിളിച്ച് എൻ്റെ പുറകെ നടക്കായിരുന്നു. അമ്മയോട് എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെയായിരുന്നു വിക്രം. എനിക്കും വിക്രമിന് സ്വന്തം മകനെ പോലെ ആയിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. എന്നിട്ട് ശ്രീജ പറയാണ്, അതുപോലെ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ വിക്രം എന്ത് ക്യൂട്ടായിരുന്നെന്നറിയോ. ഒരു സാധനം മേടിച്ചുകൊണ്ട് വരാൻ പറയുന്ന സമയത്ത് പോലും ഒരു കറിവേപ്പിലേക്ക് പോലും മേടിച്ചുകൊണ്ട് വരാൻ അന്നൊന്നും വിക്രമിന് യാതൊരു മടിയില്ലായിരുന്നു. എല്ലാവരോടും എപ്പോഴും ചിരിച്ച് സന്തോഷത്തിലായിരുന്നു വിക്രം നടന്നുകൊണ്ടിരുന്നത്. പിന്നെ ഈ ശ്രീനിവാസ സാറില്ലേ, ശ്രീനിവാസ സാറ് ആരായിരുന്നെന്ന് പോലും അന്നൊന്നും വിക്രമിനെ അറിയില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും വേദ ഇച്ചിരിയോടെ ഇങ്ങനെ അടുത്തിരിക്കുകയാണ് ശ്രീജേച്ചിയുടെ അടുത്തേക്ക്. അപ്പോൾ ശ്രീജ ഇങ്ങനെ കഥ പറഞ്ഞു തുടങ്ങിയാണ് വിക്രമിൻ്റെ. ഇങ്ങനെ അമ്മയുടെയും അച്ഛൻ്റെയൊക്കെ ചെല്ലപ്പിള്ളയായിരുന്നു. ഏട്ടന്മാരാണെങ്കിലും വിക്രമിനെ ഒരുപാട് സ്നേഹിച്ചു. അവർക്ക് അതിലൊന്നും ഒരു അസൂയ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ. എന്നിട്ട് കോളേജിലാണെങ്കിൽ എല്ലാ പഠിത്തത്തിലും ആർട്സ് സ്പോർട്സ് എല്ലാ സ്റ്റേറ്റ് ലെവലിലൊക്കെ ഗോൾഡ് മെഡലിസ്റ്റ് ഒക്കെയാണ്. അങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോഴേക്ക് ശ്രീജയ്ക്ക് ഇങ്ങനെ കണ്ണൊക്കെ നിറയുന്നുണ്ട് കേട്ടോ. അന്നത്തെ വിക്രം ഇന്നും അതുപോലെ ആയിരുന്നെങ്കിൽ എന്നൊക്കെ ശ്രീജ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്ക് വേദ പറയാണ്, അതെയോ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ശ്രീജേച്ചി. എന്നിട്ട് ഇങ്ങനെ ചോദിക്കുകയാണേ, അതേ വേദ, പിന്നെ വിക്രമിന് ഒരുപാട് ലവ് ലെറ്റേഴ്സൊക്കെ കിട്ടുമായിരുന്നു. അതൊന്നും വായിച്ചു പോലും നോക്കാതെ എല്ലാം എൻ്റെ കയ്യിലാണ് കൊണ്ടുതന്നിട്ട് ഞാൻ എന്തു പറയണ ഏട്ടത്തി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് വേദ, ഞാൻ അതൊക്കെ നിനക്ക് പിന്നീട് ഒരു ദിവസം എടുത്തു തരാം വായിക്കാൻ എന്നൊക്കെ ഇങ്ങനെ ശ്രീജ പറഞ്ഞുകൊണ്ട് ചിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും വീണ്ടും ശ്രീജ പറയുകയാണ്, അത്രയ്ക്ക് നല്ല കുട്ടിയായിരുന്നു വിക്രമിന്. കാരണം ലവിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ തൻ്റെ പഠിപ്പ് മുടങ്ങുമോ എന്നൊക്കെ ഓർത്ത് ഭയങ്കര ടെൻഷനായിരുന്നു. പഠിത്തം എന്നുള്ള ഒറ്റ ചിന്തയുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ മാഷിന് ഏറെ അഭിമാനമുള്ള മോനുമായിരുന്നു. മാഷിൻ്റെ പേര് നിലനിർത്താനും മാഷിൻ്റെ പാത പിൻപറ്റാനും ഒക്കെയുള്ള മോന് ചെല്ല പിള്ളയായിട്ട് നല്ല അഭിമാനത്തോടു കൂടിയാണ് വിക്രമിൻ്റെ കൂടെ പോയിരുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കിനും വേദ ചോദിക്കുന്നുണ്ട്, എന്നിട്ട് എന്താ പറ്റിയ ശ്രീജേച്ചി, പിന്നെ എന്താ വിക്രം ഇങ്ങനെ ആകാനുള്ള കാരണം എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ശ്രീജ പറയാണ്, അതൊക്കെ പറയാൻ വേദ, കോളേജിലാണെങ്കിൽ എക്സാം ആയിരുന്നു. എക്സാമിന് പോകാൻ നേരത്ത് ഇങ്ങനെ അമ്പലത്തിൽ പോയി പേനയൊക്കെ ഇങ്ങനെ പൂജിച്ചിട്ട് വന്നിട്ട് കുറിയൊക്കെ തൊട്ട് അച്ഛൻ്റെ അമ്മയുടെയൊക്കെ എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങിയിട്ടാണ് വിക്രം എക്സാമിന് പോകാൻ ഒരുങ്ങിയത്. അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് പേന വാങ്ങിച്ചിട്ടാണ് വിക്രം പരീക്ഷയ്ക്ക് പോകുന്നതെന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും ആ സംഭവങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുകയാണേ. അപ്പോഴേക്കും വിനായകൻ പറയുന്നുണ്ട്, അതെന്താ ഇവന് ഒരു പേന പോലും എടുത്ത് സ്വന്തം
സ്വന്തമായിട്ട് വെക്കാൻ അറിയില്ല ഏട്ടത്തി, നിങ്ങളെല്ലാവരും കൂടി ഇവനെ ഇത്രയ്ക്കും കൊഞ്ചിക്കണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും അതല്ല, അവന് അതൊരു ഐശ്വര്യമായിട്ട് അവന് എക്സാമൊക്കെ എളുപ്പമെന്നുള്ളൊരു വിശ്വാസം കൊണ്ടല്ലേ എന്നിങ്ങനെ കമലാമ്മ പറയുന്നുണ്ടേ. അപ്പോഴേക്കും എല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനും എക്സാമിന് പോകാനായിട്ട് വിക്രം ഇങ്ങനെ ഇറങ്ങാണ്. അപ്പോഴേക്കും വിഷു ആണെങ്കിൽ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ട് വിക്രമിന് കൊടുക്കുന്നുണ്ട്. എടാ, കുറേ നേരം എക്സാം ഉണ്ടാവും, ഇടയ്ക്ക് ബ്രേക്ക് ഉണ്ടാവുമ്പോൾ വല്ല ജ്യൂസോ ചായയോ ഒക്കെ മേടിച്ച് കുടിക്കണം എന്നും പറഞ്ഞിട്ട് പൈസ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വിനയം പറയുന്നുണ്ട്, നമ്മളിവിടെ കുറേ ചൂടും വെയിലും ഒക്കെ കൊണ്ടിട്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് എന്നും പറഞ്ഞിങ്ങനെ തിരക്ക് കൂട്ടി നടക്കുന്നു. നമ്മക്കാരും ഒരു രൂപ പോലും ഒരു മുട്ടായി മേടിക്കാൻ പോലും ഇതുവരെ തന്നിട്ടില്ലേ എന്നിങ്ങനെ വിനയം പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വിശ്വം പറയുന്നുണ്ട്, അതിന് നീ സ്വന്തമായിട്ട് അധ്വാനിക്കുന്നുണ്ടല്ലോ, ഇപ്പൊ പിന്നെ ഞാൻ തരേണ്ട ആവശ്യമില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും ശ്രീജിയാണെങ്കിൽ പൈസ എടുത്തിട്ട് വിനയന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വിനയൻ ഇങ്ങനെ സന്തോഷത്തോടു കൂടി മേടിച്ചിട്ടേ, ഇതാ ചേട്ടന്മാരെ കൊണ്ടൊന്നും ഒരു പ്രയോജനം ഇല്ല, ഇങ്ങനെയുള്ള ഏട്ടത്തിമാരൊക്കെയാ വേണ്ടത് എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അങ്ങനെ വിക്രം എക്സാമിന് പോകാനായിട്ട് നടക്കുമ്പോഴേക്കും മാഷ് പെട്ടെന്ന് വരുന്നുണ്ട്. എടാ നിക്ക്, നല്ല വെയിലല്ലേ, ഞാൻ കൊണ്ടുപോയി ആക്കാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, വേണ്ട അച്ഛാ, ഞാൻ തനിയെ പൊക്കോളാം, എന്തിനാ അച്ഛൻ വെറുതെ ഈ വെയിലത്ത് റിസ്ക് എടുക്കണ്ടെന്നിങ്ങനെ പറയാണ് കേട്ടോ. അതൊന്നും സാരമില്ല, നീ വെയിലത്തെ അവിടം വരെ നടന്ന് ചെല്ലുമ്പോഴേക്കും നല്ല ടയേർഡാവും, അതുകൊണ്ട് ഞാൻ തന്നെ കൊണ്ടാക്കാന്ന് പറഞ്ഞിട്ട് മാഷ് ഇങ്ങനെ കൊണ്ടാക്കുകയാണ് കേട്ടോ വിക്രമിനെ. അങ്ങനെ കൊണ്ടാക്കുന്ന സമയത്ത് പോയിട്ട് ജ്യൂസൊക്കെ മേടിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുപോവുകയാണേ. ജ്യൂസ് മേടിച്ചു കൊടുക്കുമ്പോഴേക്കും ആ കടക്കാരനൊക്കെ പറയുന്നുണ്ട്, ആഹാ ഇത്ര മോന് ജ്യൂസൊക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ ഇത്ര നല്ല ഒരു അച്ഛനെ കിട്ടണമെങ്കിൽ ഭാഗ്യം ചെയ്യണം എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴേക്കും മാഷ് പറയുന്നുണ്ട്, അല്ലടോ താൻ ജ്യൂസ് എടുക്ക്, എനിക്ക് ഇവൻ എൻ്റെ പേര് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള എൻ്റെ മോനാ, ഇവൻ ഗോൾഡ് മെഡലിസ്റ്റ് ഒക്കെയാണെന്നിങ്ങനെ വിക്രമിനെ കുറിച്ച് അഭിമാനത്തോടു കൂടിയാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ പറയുമ്പോഴേക്കും അപ്പോൾ പിന്നെ എൻ്റെ മോന് ഞാൻ ഇതല്ല ഇതിൽ കൂടുതൽ ചെയ്താൽ പോലും മതിയാകില്ല എന്നൊക്കെ ഇങ്ങനെ മാഷ് അഭിമാനത്തോടു കൂടി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എക്സാം എഴുതാനായിട്ട് പോവുകയാണ് വിക്രം. അങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും ശ്രീജയോടായിട്ട് വേദ എടുത്ത് ചോദിക്കുന്നുണ്ട്, ശരി ചേച്ചി, പിന്നീട് എന്താണ് വിക്രമിന് സംഭവിച്ചത്, പിന്നെ ഇങ്ങനെ ആയതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ശ്രീജ പറയുന്നുണ്ട്, ജീവിതമല്ലേ വേദ, എങ്ങനെയൊക്കെ തിരിച്ചും മറിച്ചും ഒക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമല്ലോ, അങ്ങനെയായിരിക്കാം. ഇതൊക്കെ പഴയൊരു വിക്രമിനെ തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ ഈ വീട് എന്ത് സന്തോഷമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ശ്രീജ പറയുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേദ പറയുന്നുണ്ട്, ബാക്കി പറ ശ്രീജ ചേച്ചി എന്നിങ്ങനെ ആകാംക്ഷയോടുകൂടി ഇരിക്കുകയാണേ. അപ്പോഴേക്കും ശ്രീജ പറയാണ്, ഞാൻ അപ്പോൾ ഇനി വീട്ടിൽ വിക്രം എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു തരാം. വീട്ടിൽ ചെല്ലപ്പിള്ളയായിരുന്നു വിക്രം, അമ്മയുടെ മടിയിലേക്ക് എപ്പോഴും തലചായ്ച്ച് കിടക്കുമായിരുന്നു. അപ്പോഴേക്കും അമ്മ ഇങ്ങനെ പറയും, എനിക്ക് 3 ആൺകുട്ടികളാണ്, അപ്പോൾ മൂന്നാമത്തെ ഇവനും പെൺകുട്ടിയാണെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന് കിട്ടിയതാണ് വിക്രമിനെ. എന്നാൽ ഞാൻ ആൺകുട്ടി ആയിരുന്നെങ്കിലും പിന്നീട് പെൺകുട്ടിയെ പോലെ 3 വയസ്സ് വരെയൊക്കെ ഇവന് മുടിയൊക്കെ വളർത്തി നല്ല ഗൗണൊക്കെ ഇടിപ്പിച്ച് സുന്ദരി കുട്ടിയായിട്ടാണ് നടത്തിയിരുന്നത്. അന്നൊക്കെ വിക്രമിനെ കാണാൻ നല്ല രസമായിരുന്നു എന്നൊക്കെ അമ്മ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ ശ്രീജ. അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചതെന്ന് ഇങ്ങനെ വേദ വീണ്ടും ചോദിക്കുകയാണ്. അപ്പോഴേക്കും നീ ധൃതി പിടിക്കല്ലേ വേദ, വിക്രമിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്, ഞാൻ പറഞ്ഞു തരാമെന്നിങ്ങനെ പറയാണ് കേട്ടോ. പിന്നീടായിട്ട് കാണിക്കുന്നത് വിക്രമിൻ്റെയൊക്കെ കുട്ടിക്കാലമാണ്. അപ്പോഴേക്കും അവരുടെ വീട്ടിലിങ്ങനെ നടക്കുന്നതൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോഴേക്ക് ഏകദേശം ശ്രീജയുടെ വിവാഹം കഴിഞ്ഞ് വന്ന സമയത്തൊക്കെ വിക്രം ഇങ്ങനെ കമലാമ്മയുടെ മടിയിലേക്ക് ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കമലാമ്മ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും ശ്രീജയോടായിട്ട് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എനിക്ക് നീ ഒരു നല്ല സുന്ദരി പെൺകുട്ടിയെ പെറ്റി തന്നാൽ മതിയെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വിക്രവും പറയുന്നുണ്ട്, അതേ ഏട്ടത്തി, നല്ലൊരു ഏഞ്ചലിനെ എനിക്ക് തരണം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ശ്രീജയ്ക്ക് ഇങ്ങനെ നാണം വരികയാണ്. അപ്പോഴേക്കും വിഷ്ണു അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് അന്ന് ജീവിച്ചിരുന്നത്. പിന്നീട് എന്താണ് ഏട്ടത്തി കോളേജിൽ സംഭവിച്ചതെന്നിങ്ങനെ വേദ ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ ശ്രീജ പറയുന്നുണ്ട്, ഒരു ദിവസം വിക്രം വന്നിട്ട് വീട്ടിൽ വന്നിട്ട് പറയുന്നുണ്ട്, അമ്മേ കോളേജിലൊരു ഫംഗ്ഷൻ വെച്ചിട്ടുണ്ട്, അപ്പോൾ എല്ലാവരും വരണമെന്നിങ്ങനെ വിക്രം പറയുന്ന സമയത്ത് കമല ചോദിക്കുന്നുണ്ട്, എന്താടാ വലിയ ഹോളിലൊക്കെയാണോ ഫംഗ്ഷൻ നടക്കുന്നത്, എന്ത് ഫംഗ്ഷനാണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, എല്ലമ്മേ യൂണിവേഴ്സിറ്റി റിസൾട്ട് വന്നിട്ടുണ്ട്, അതിൻ്റെ ഒരു ഫംഗ്ഷനാണ്, വലിയ ഹോളിലൊന്നുമല്ല, ക്ലാസ് റൂമിൽ വെച്ചിട്ടാണ്, ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഫസർമാരും ഹെഡും ഒക്കെ മാത്രമേ കാണുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ.
അങ്ങനെ കോളേജിലേക്ക് ചെല്ലുന്ന സമയത്ത് ശ്രീജ ഇങ്ങനെ വിശ്വത്തിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇവിടെയാണോ പഠിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വിശ്വം പറയുന്നുണ്ട്, അല്ല ഞാൻ ആർട്സ് കോളേജിലാണ്, അത് കുറച്ച് അപ്പുറത്തായിട്ടാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വിനായകൻ പറയുന്നുണ്ട്, ഈ കോളേജ് കുറേ ഒരു 10-12 ഏക്കർ സ്ഥലമൊക്കെ വരും, ഈ ബിൽഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സ്ഥലമെല്ലാം വെറുതെ ഇട്ടിരിക്കുകയാണ്, അവിടെ കുറേ ഫ്ലാറ്റൊക്കെ പണിത് കൊടുത്താൽ കുറേ ഏറെ പൈസ കിട്ടുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും മാഷ് പറയുന്നുണ്ട്, മതി നിർത്ത്, നിന്റെ റിയൽ എസ്റ്റേറ്റ് ഒന്നും ഇവിടെ സംസാരിക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി ക്ലാസ് റൂമിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. ഇതേ സമയം കോളേജിന് പുറത്ത് സീനിയറായിട്ട് പഠിച്ച കുട്ടികളൊക്കെ അവിടെ എന്തോ പ്രശ്നം നടക്കുകയാണ്. വേറൊന്നുമല്ല വേദ, അവിടെ സീനിയറായിട്ട് പഠിച്ച ഒരുത്തനുണ്ടല്ലോ, MLA ഒക്കെ ആയിട്ട് വലിയ പിടിപാടുള്ള ഒരു സീനിയറായിട്ടുള്ള ഒരു ചെറുക്കനാണ്. അവരാണെങ്കിൽ കോളേജിലെ കുട്ടികൾക്കെല്ലാം ഈ മയക്കുമരുന്നൊക്കെ എത്തിച്ചു കൊടുക്കുകയാണ്. എന്നാൽ ഇത് അധ്യാപകരെല്ലാം പറഞ്ഞു മടുത്തിട്ട് ശ്രീനിവാസ സാർ അന്ന് ഭയങ്കര ഹോൾഡിംഗ് ഒക്കെ ഉള്ള ആളാണ് കേട്ടോ. അങ്ങനെ ശ്രീനിവാസ സാറിനെ ഈ കാര്യം പറഞ്ഞ് എല്ലാവരും കൂടി വരുത്തുന്നതാണ്. എന്നാൽ ശ്രീനിവാസ സാറ് സംസാരിക്കുന്ന സമയത്ത്, എടാ മതി, നീ ഇനി ഇതിവിടെ വെച്ച് നിർത്തിക്കോ എന്ന് പറയുന്ന സമയത്ത് സാറ് പോവാൻ നോക്ക്, ഇവിടുത്തെ കാര്യങ്ങൾ, ഇത് ഞങ്ങളുടെ ഏരിയ, ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴേക്കും ശ്രീനിവാസൻ സാറ് പറയുന്നു, അതേടാ ഞാൻ പോവാൻ തന്നെ വന്നതാണ്, പക്ഷെ എനിക്കിവിടെ ഒരാളെയും കൂടി കാണാനുണ്ടെന്ന് ഇങ്ങനെ പറയാണ് കേട്ടോ. ഇതേ സമയം വിക്രമിൻ്റെ ക്ലാസ് റൂമാണ് കാണിക്കുന്നത്. അപ്പോഴേക്ക് ക്ലാസ് റൂമിലാണെങ്കിൽ വിക്രമിൻ്റെ ഹെഡ് ആയിട്ടുള്ള ടീച്ചർ സംസാരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സിൽവർ ജൂബിലി ആഘോഷിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റാണ്, നമ്മുടെ വിക്രം മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ചിട്ടുള്ള കുട്ടികളെയൊക്കെ ആദരിക്കലാണ് നമ്മുടെ ഈ ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ഇതേസമയം ശ്രീനിവാസ സാറ് പ്രിൻസിപ്പളിനെ കാണാനായിട്ട് പോകുന്നുണ്ട്. അപ്പോഴേക്കും ഇങ്ങനെ പ്രധാനമായിട്ടുള്ള ഒരു ഫംഗ്ഷനിലാണെന്ന് പറയുമ്പോഴേക്കും ശ്രീനിവാസ സാർ വന്നിട്ട് ആ ഫംഗ്ഷൻ്റെ വെളിയിലായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും വിക്രമിൻ്റെ ഫംഗ്ഷൻ നടക്കുന്ന ക്ലാസ് റൂമിൻ്റെ വെളിയിലാണ് ശ്രീനിവാസ സാർ നിൽക്കുന്നത്. അപ്പോഴേക്കും ഫംഗ്ഷൻ ഇങ്ങനെ ആരംഭിക്കുകയാണ്. അപ്പോഴേക്കും ശ്രീനിവാസ സാറ് പുറത്തു നിന്ന് ഒരു കുട്ടിയോട് ചോദിക്കുന്നുണ്ട്, എന്തിൻ്റെ ഫംഗ്ഷൻ അവിടെ നടക്കുന്നതെന്ന് കേട്ടോ. അപ്പോഴേക്കും പറയുന്നുണ്ട്, യൂണിവേഴ്സിറ്റി തലത്തിലെ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച കുട്ടികളെ കൊള്ള പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ആണെന്നൊക്കെ ഇങ്ങനെ ആ കുട്ടി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ടീച്ചർ വന്നിട്ട് ഓരോ പ്രൈസ് അനൗൺസ്മെൻറ്റ് നടത്തുകയാണ് കേട്ടോ. അങ്ങനെ ഓരോരോ വിഷയത്തിലും യൂണിവേഴ്സിറ്റി തലത്തിൽ റാങ്ക് ഹോൾഡർ ആയിട്ടുള്ളവരുടെ പേരാണ് അനൗൺസ് ചെയ്യാൻ പോകുന്നതെന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, യൂണിവേഴ്സിറ്റി തലത്തിൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഗോൾഡ് മെഡലിസ്റ്റ് ആയിട്ടുള്ളത് വിക്രം എന്ന് പറഞ്ഞിട്ട് വിക്രമിൻ്റെ പേര് അനൗൺസ് ചെയ്യാണ് കേട്ടോ. ഇത് കേട്ടിട്ട് എല്ലാവർക്കും സന്തോഷമാകുകയാണ്. ശ്രീജയും മാഷുമൊക്കെ ഒരുപാട്, ശ്രീജ ഇങ്ങനെ കൈ കൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ മാഷൊക്കെ ഒരുപാട് അഭിമാനത്തോടു കൂടി ഇരിക്കുകയാണ്. അങ്ങനെ വിക്രം പോയി പ്രൈസൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നുണ്ട്. അതിനുശേഷം അടുത്തത് മെക്കട്രോണിക് ഡിപ്പാർട്ട്മെൻറ്റിൽ ഫസ്റ്റ് പ്രൈസ് ആയിട്ട് ഉള്ള വിന്നർ എന്ന് പറഞ്ഞിട്ട് വീണ്ടും വിക്രമിൻ്റെ പേര് അനൗൺസ് ചെയ്യാണ്. അപ്പോഴേക്കും വിക്രം ആ അവാർഡും പോയി വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടിട്ട് ശ്രീനിവാസ സാർ പുറത്ത് നിന്ന് കാണുന്നുണ്ട്. അപ്പോഴേക്കും ശ്രീനിവാസ സാർ പറയുന്നുണ്ട്, കണ്ടോടാ മയക്കുമരുന്ന് ഡ്രഗ്സ് എന്നും പറഞ്ഞ് നടക്കുന്ന ഒരുത്തം പുറത്ത്, അവനും ഇതേ കോളേജിൽ തന്നെയാണ് പഠിക്കുന്നത്, ഈ 1ാം റാങ്ക് മേടിച്ചിട്ടുള്ള അവനും ഈ കോളേജിൽ തന്നെയാണ്, അവൻ ഏതാടാന്നൊക്കെ ഇങ്ങനെ കൂടത്തിൽ നിന്ന് അയാളോട് ശ്രീനിവാസ സാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അവനാള് പുലിയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ടീച്ചർ അടുത്ത വിഷയവും ഇതിൻ്റെ അവാർഡും പബ്ലിസിറ്റി ചെയ്യുകയാണേ. അപ്പോഴേക്ക് പറയാണ്, കമ്പ്യൂട്ടർ ഇൻ്റഗ്രേറ്റീവ് മാനുഫാക്ചറിങ് സിസ്റ്റം, അതിലും വിക്രത്തിന് തന്നെയാണ് പ്രൈസ് കിട്ടുന്നത്. ഇങ്ങനെ ഇതെല്ലാം കേൾക്കുമ്പോഴും വിനായകൻ പറയുന്നുണ്ട്, പോയിട്ട് എല്ലാം മേടിച്ചുകൊണ്ട് വാടാ എന്നുള്ള കാര്യം. അങ്ങനെ വിക്രം പ്രൈസ് എല്ലാം പോയി മേടിച്ചിട്ട് ഇതൊക്കെ മേടിച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇത് കഴിയാൻ വേണ്ടിയിട്ട് ടൈം ആകും എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ശ്രീനിവാസൻ സാർ നേരെ പ്രൊഫസറുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെ അദ്ദേഹം ഫോൺ എടുക്കുന്ന സമയത്ത് ശ്രീനിവാസ സാറിന് നന്നായിട്ട് അറിയാം. സാർ ഈ കോളേജിൻ്റെ കോറിഡോറിലുണ്ട്, ആ പയ്യനെ കണ്ടു, ഇന്ന് ഞാൻ വരുന്നത് പോലെ തോന്നുന്നില്ല, എൻ്റെ സ്റ്റൈലിൽ ചെയ്യേണ്ടതുപോലെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവൻ എൻ്റെ വഴിക്ക് വരും എന്നാണ് തോന്നുന്നത് എന്നിങ്ങനെ പറയാണ് കേട്ടോ. സാറിനെ ഇപ്പോൾ ഒന്ന് കാണാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും കാര്യങ്ങളൊക്കെ കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറയുമ്പോഴേക്കും ഞാൻ കുറച്ച് തിരക്കിലാണെന്നുള്ള കാര്യം അദ്ദേഹം പറയുകയാണ് കേട്ടോ. അത് ശരിയാണ്, സാറിനെയും എന്നെയും അവനെ ഒരുമിച്ച് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് പ്രശ്നമാകും. അങ്ങനെയാണെങ്കിൽ സാർ നമുക്ക് പുറത്തെവിടെയെങ്കിലും വെച്ച് കാണാം, ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വീണ്ടും അനൗൺസ് ചെയ്യുന്നുണ്ട്, ട്രിപ്പിൾ ജംപ് ഗോസ്
ആൻഡ് ടു വിക്രം സുധാകരൻ എന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രീനിവാസ സാറാണെന്നുണ്ടെങ്കിൽ പുറത്ത് നിന്ന് ഇവൻ ആൾ കൊള്ളാമല്ലോ, ഇവന് വേറെ ലെവലാണല്ലോ, ഇവൻ ആരാ എന്താണെന്നും അറിയില്ല, പക്ഷെ ഭാവിയിൽ ഇവൻ നല്ല നിലയിലെത്തും എന്നൊക്കെ ശ്രീനിവാസ സാറ് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവനെ നോക്കിക്കൊണ്ട് ശ്രീനിവാസ സാർ അവിടെ നിന്ന് പോവുകയാണേ. പോയി കഴിഞ്ഞിട്ട് വിക്രമിൻ്റെ അടുത്തേക്ക് 2 വാക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. അങ്ങനെ അവരുടെ അടുത്ത് പെർമിഷൻ ചോദിക്കുകയാണ്. വീട്ടിലുള്ള കുടുംബാംഗങ്ങൾ വന്നുകൊണ്ട് തന്നെ മലയാളത്തിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ എന്നിങ്ങനെ പ്രിൻസിപ്പൽ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരുമായിട്ട് പറയുന്നുണ്ട്, ഇവിടെ എത്ര പേർക്ക് മൈക്കിൾ ആഞ്ചലോയെക്കുറിച്ച് അറിയാം എന്ന് ചോദിക്കുകയാണ് കേട്ടോ വിക്രം. അവരെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അദ്ദേഹം ഒരു ശില്പിയാണ്, അദ്ദേഹത്തിൻ്റെ ശില്പങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആട്ടോ പറയുന്നതെന്ന് ഇങ്ങനെ വിക്രം പറയുന്നുണ്ട് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഓരോരോ ശില്പങ്ങളും ഇപ്പോഴും ഭയങ്കര ഫേമസ് തന്നെയാണ്. അയാൾ ഒറ്റ ദിവസം കൊണ്ട് ഫേമസ് ആയതല്ല, പക്ഷെ ചെറുപ്പം മുതലേ അദ്ദേഹം പറഞ്ഞു കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ശില്പത്തിലെ കയ്യിലെ ഞരമ്പുകൾ വരെ എത്ര ക്ലിയറായിട്ട് തെളിയാൻ വേണ്ടി പറ്റും, അങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച് അങ്ങനെ ഓരോന്ന് നോക്കി ചെയ്തിട്ടുണ്ട്. ഇന്നും അവരുടെ ശില്പങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതാണ് അവരുടെ ഏറ്റവും വലിയ വിക്ടറി. അങ്ങനെ ഒരു വിക്ടറി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് മാത്രമായിട്ടുള്ള ഒരു കാര്യമല്ല. അദ്ദേഹത്തിന് ശില്പത്തെക്കുറിച്ച് ഒരു വാക്ക് പറഞ്ഞതും അദ്ദേഹത്തിന് ശില്പം വിറ്റിട്ട് ആർക്കെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവുമല്ലോ, അവർക്ക് വരെ ഉണ്ടാകും ഒരു വിജയത്തിൻ്റെ കാര്യങ്ങൾ. അങ്ങനെ ഒരാളുടെ വിജയം എന്ന് പറയുന്നത് എല്ലാവരിലും ചേരും. അതാണ് വിജയത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ തന്നെയാണ് എൻ്റെ ജീവിതവും. എൻ്റെ വിജയത്തിൻ്റെ പിന്നിലും കൂടെ പല പേരുടെ അധ്വാനമുണ്ട്. അതിൽ ആദ്യം പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടിയിരിക്കുന്ന അധ്യാപകർ, അവരെ ഓരോരുത്തരെയും ഞാൻ മെൻഷൻ ചെയ്ത് പറയണം. എല്ലാ വർഷവും അധ്യാപകർ മാറിക്കൊണ്ടേയിരിക്കും. എന്നാൽ ഞാൻ ജനിച്ചത് മുതൽ ഇന്ന് വരെ എൻ്റെ കൂടെ ഒരധ്യാപകനുണ്ട്. അത് വേറെ ആരുമല്ല, എൻ്റെ അച്ഛനാണ്. അങ്ങനെ വിക്രം പറയുന്നത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ മാഷിൻ്റെയും കമലാമ്മയുടെയും ഒക്കെ കണ്ണ് നിറയുന്നുണ്ട് കേട്ടോ, സന്തോഷം കൊണ്ട്. ഇത്രയും വലിയ വിജയം കരസ്ഥമാക്കിയും ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ നിന്നിട്ട് ഇതൊക്കെ മേടിക്കാനൊക്കെ ഉള്ള കാരണം എല്ലാത്തിനും അവരാണ്. 2 പേരാണ് കാരണം. ഒന്ന് എൻ്റെ അച്ഛനും പിന്നെ എൻ്റെ സ്നേഹം നിറഞ്ഞ അമ്മയും. എൻ്റെ എല്ലാ വിജയത്തിനും എൻ്റെ കൂടെ എൻ്റെ അച്ഛനും അമ്മയും ഏട്ടന്മാരും ഏട്ടത്തിയും ഒക്കെയുണ്ട്. എല്ലാവരും എൻ്റെ കൂടെയുണ്ട്. എന്തായാലും ഇങ്ങനെ ഒരു ദിവസം തന്നതിന് നന്ദി പറയുന്നു എന്ന് പറഞ്ഞിട്ട് വിക്രം ഇങ്ങനെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയാണ് കേട്ടോ. അപ്പോഴേക്കും ടീച്ചർ പറയുന്നുണ്ട്, ഒരു നിമിഷം, ഇനി അവസാനമായിട്ട് ഒരു അവാർഡ് കൂടിയുണ്ട്. ഇറ്റ്സ് നോട്ട് ദ ബെസ്റ്റ് ലീഡ് ദ സ്റ്റുഡൻസ് ഗോസ് ടു വിക്രം സുധാകരൻ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. ഇത് പറയുമ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, ഈ അവാർഡ് ഞാൻ തനിയല്ല, എൻ്റെ അച്ഛനും അമ്മയും ഏട്ടന്മാരും ചേച്ചിയും എല്ലാവരും കൂടി ചേർന്ന് മേടിക്കണം. എല്ലാവരും സ്റ്റേജിലേക്ക് വരണമെന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ ആ അവാർഡ് എല്ലാവരും കൂടി ചേർന്ന് മേടിക്കുന്നുണ്ട്. അങ്ങനെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് എല്ലാവരും സന്തോഷമായിട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരുടെയും കൂടെ പുറത്ത് നിൽക്കുകയാണ് നമ്മുടെ മാഷും. എല്ലാവരും കാണുന്നുണ്ട്. അവരുടെ കൂട്ടത്തിൽ ഒരുത്തനാണെങ്കിൽ ഇങ്ങനെ സിഗരറ്റ് ഇങ്ങനെ വായിൽ വെച്ചിട്ട് നിൽക്കുന്നത് നമ്മുടെ മാഷ് കാണുവാണേ. അങ്ങനെ മാഷ് കാണുമ്പോഴേക്കും മാഷ് അടുത്തേക്ക് വരുന്നുണ്ട്, വിക്രമിൻ്റെ അടുത്തേക്ക്. അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, സിഗരറ്റ് എടുത്ത് മാറ്റുന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും മാഷ് വന്നിട്ട് ചോദിച്ചിട്ടുണ്ട്, സിഗരറ്റൊക്കെ മാറ്റുന്നുണ്ട്. പക്ഷേ അവർ അരികിലേക്ക് ചെല്ലുമ്പോഴേക്കും ഫ്രണ്ട്സിനെ ഓരോരുത്തരുടെ പേര് പറഞ്ഞിട്ട് വിക്രം ഇങ്ങനെ പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ. പക്ഷെ കമല അത് കാണുന്നില്ല. കമലയാണെങ്കിൽ ഇങ്ങനെ കോളേജെല്ലാം ഇന്നിങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും മാഷ് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ സിഗരറ്റൊക്കെ വലിക്കുന്നുണ്ടല്ലോ, ഇവന്മാരാണോ നിൻ്റെ കൂട്ടെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ എന്നാൽ മാഷ് വിക്രമിനെ തനിയെ വിളിച്ചുകൊണ്ട് പോയിട്ടാണ് കേട്ടോ പറയുന്നത്. വിക്രം ഒരിക്കലും സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി നല്ല കുട്ടിയാവണമെന്നില്ല. അവനിങ്ങനെ പല ദുശീലങ്ങളിലേക്കുമുള്ള തുടക്കമാണ്. ഇവന്മാരുടെ കൂടെയാണോ നീ കൂട്ടുകൂടിയിട്ട് ഈ ശീലങ്ങളൊന്നും പിടിച്ചുകൊണ്ട് വന്നേക്കല്ലെന്നിങ്ങനെ മാഷ് പറയാണ് കേട്ടോ. അപ്പോഴേക്കും എല്ലാ അനുസരണയോടുകൂടി നമ്മുടെ വിക്രം ഇങ്ങനെ തലയാട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് കമലയോടായിട്ട് മാഷ് പറയുന്നുണ്ട്, കമല, നീ നിൻ്റെ മോനോട് പറഞ്ഞ് മനസ്സിലാക്കിക്കോ, ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടും ശീലങ്ങളും ഒന്നും വേണ്ട എന്നിങ്ങനെ പറഞ്ഞിട്ട് മാഷ് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ കമല ഇങ്ങനെ വിക്രമിൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, മോനെ, അച്ഛൻ്റെ ദേഷ്യം നിനക്കറിയാമല്ലോ, എന്തായാലും അത് നല്ല കൂട്ടുകെട്ടല്ലടാ. അപ്പോൾ മോനെ പഠിത്തം മാത്രം ശ്രദ്ധിക്കുക എന്നൊക്കെ ഇങ്ങനെ കമല പറയുകയാണേ. അപ്പോൾ ഞങ്ങളെല്ലാവരും പോവുകയാണ്, മോൻ വന്നേക്കെന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിക്രമിന് എന്തോ ഒരു വല്ലാത്ത സങ്കടമൊക്കെ തോന്നുന്നുണ്ട്. അപ്പോഴേക്കും വീണ്ടും ശ്രീജ ഇങ്ങനെ പറഞ്ഞു നിർത്തുമ്പോഴേക്കും വേദ ചോദിക്കുന്നുണ്ട്, അല്ല ഏട്ടത്തി, ഈ ശ്രീനിവാസ സാറിന് പഠിക്കുന്ന കുട്ടികളെയൊക്കെ ഒരുപാട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പിന്നെന്താ ഇപ്പോൾ ഇങ്ങനെയെന്ന് ചോദിക്കുകയാണ് കേട്ടോ.
അപ്പോഴേക്കും ശ്രീജ പറയുകയാണ്, ഇതാണ് വേദ നമ്മളൊക്കെ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. നമ്മൾ ആദ്യം എന്താണോ കാണുന്നത് കേൾക്കുന്നത് അതങ്ങ് അന്ധമായിട്ട് വിശ്വസിക്കും. എന്നിട്ട് നമ്മൾ ആ തീരുമാനം എടുക്കും. നീയും അതേ തെറ്റ് തന്നെ ചെയ്തു. ഇപ്പോൾ ഇതിൽ നിന്ന് മറ്റെന്തൊക്കെയോ സത്യങ്ങളുണ്ടെന്ന് പറയുമ്പോഴേക്കും ഉറപ്പായിട്ടും ഉണ്ട്. ഇപ്പോൾ കുറച്ചല്ലേ പറഞ്ഞുള്ളൂ, ബാക്കിയും കൂടി പറയണ്ടേ? മുഴുവനും കേട്ടിട്ട് നീ തന്നെ ഒരു തീരുമാനം എടുക്കുക. അതാണ് ബുദ്ധിശാലിത്തരം. ഓക്കെ ചേച്ചി, ഞാനും കുറച്ച് ഇമോഷണലായിട്ട് എന്തായാലും ചേച്ചി ബാക്കി കഥ പറയുന്നിങ്ങനെ ശ്രീജ പറയുന്നുണ്ട് കേട്ടോ, വേദ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ശ്രീജ ഇങ്ങനെ പറയുന്നുണ്ട്, ബാക്കി ഞാൻ പറയാം വേദ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ.